വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം പുറപ്പാട് പുസ്തകം 33 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി 34 അധ്യായം 26 വാക്യം. ദീനായെ ശേഖേമിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. യാക്കോബിന് ജനിച്ച ഒരേ ഒരു മകളാണ് ദീന. യാക്കോബ് ലേയ ബന്ധത്തിലാണ് ഈ മകൾ ജന്മം കൊള്ളുന്നത്. യാക്കോബിനെ സംബന്ധിച്ച മറ്റു കഥകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഉൽപ്പത്തി പുസ്തകം 34 മകളുടെ സംഭവം. ഇവിടെ യാക്കോബിന് നിഷ്ക്രിയനായി നിൽക്കുവാനേ സാധിക്കുന്നുള്ളൂ. ദീനായും ശിമയോനും ലേവിയുമാണ് ഈ സംഭവത്തിലെ പ്രമുഖ വ്യക്തികൾ. ഉൽപ്പത്തി 34 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ യാക്കോബ് ലേയായുടെ മകളും ശിമയോൻ ലേവി എന്നിവരുടെ സഹോദരിയുമായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. വിവാഹപ്രായമായ പക്വമതിയും എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തവളുമായ യുവതിയെയാണ് കന്യക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേദപുസ്തകത്തിലുടനീളം കന്യകമാർക്ക് മാന്യമായ സ്ഥാനമുണ്ട്. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഐശ്വര്യവും അലങ്കാരവുമായിരുന്നു എക്കാലത്തും കന്യകമാർ. കന്യകാത്വത്തെ ചാരിത്രശുദ്ധിയായി കരുതിയിരുന്നു. ഇവിടെ ദീനായും കന്യകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദീനായുടെ യാത്രയിൽ അവൾക്ക് നേരിട്ട അപമാനത്തെക്കുറിച്ചും ഇരു കൂട്ടരുടെയും സമീപനത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായി ശേഖേം പ്രഭുവിൻ്റെ സമീപനം. ദേശത്തിൻ്റെ പ്രഭുവായ ശേഖേമിൻ്റെ സ്വന്തം താല്പര്യപ്രകാരമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. യാത്രയിലായിരുന്ന പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി അവളെ നശിപ്പിക്കുന്നു. പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു. അവളുടെ താല്പര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതെ പിടിച്ചുകൊണ്ടുപോകുന്നു. അപ്രതീക്ഷിതമായി ശേഖേമിൻ്റെ കയ്യിൽ പെട്ടുപോകുന്ന ദീനയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ അവളോട് അപമര്യാദയായി പെരുമാറുന്നു. എന്നാൽ ദേശത്തിൻ്റെ പ്രഭുവായ ശേഖേം എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ശേഖേമിന് സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണെന്ന് നമുക്ക് കാണാം. എന്നാൽ അദ്ദേഹം ദീനായെ വിവാഹം കഴിക്കുന്നതിനും അവളുടെ പിതാവും സഹോദരന്മാരും പറഞ്ഞ എല്ലാ വ്യവസ്ഥകൾ പാലിക്കുവാനും തയ്യാറായി. ഇവിടെ യാക്കോബും തൻ്റെ ആൺമക്കളും പറയുന്ന വ്യവസ്ഥ ആ പട്ടണത്തിലെ, അതായത് ശേഖേം എന്ന പ്രഭുവിൻ്റെ പട്ടണത്തിലെ എല്ലാ പുരുഷന്മാരും പരിച്ഛേദന ഏൽക്കണം എന്നാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ തങ്ങളുടെ സഹോദരിയെ ആ പുരുഷന് വിവാഹം കഴിച്ച് കൊടുക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ അത് മാത്രമല്ല, ആ പട്ടണത്തിലെ എല്ലാ പുരുഷന്മാരും അവരുടെ വ്യവസ്ഥകൾ പാലിക്കത്തക്കവണ്ണം ശേഖേം അവരെ സ്വാധീനിച്ചു എന്ന് കാണുന്നു. അങ്ങനെ ഈ വിവാഹബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതോടൊപ്പം ഇസ്രായേല്യരുമായി ഇടപഴകി ജീവിക്കുവാനും അവരുടെ സ്വത്ത് പങ്കിട്ടെടുക്കുവാനും സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാനും അതിലൂടെ ഒരൊറ്റ ജനതയാകുവാനും ശേഖേമിലെ നിവാസികൾ തീരുമാനിച്ചു. ഒരു പെൺകുട്ടിയുടെ ജീവിതം പിച്ച് ചീന്തപ്പെട്ടതിനു ശേഷമുള്ള നയപരമായൊരു സമീപനമാണ് നാം ഇവിടെ കണ്ടത്. രണ്ടാമതായിട്ട് ഇസ്രായേല്യരുടെ സമീപനം. മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സംരക്ഷണയിൽ ജീവിച്ചിരുന്ന പെൺകുട്ടി. എന്നാൽ അവരുടെ അസാന്നിധ്യത്തിലാണ് അവൾ ഇരയാക്കപ്പെടുന്നത്. എന്നാൽ അവളുടെ സഹോദരങ്ങളായ ലേവിയും ശിമയോനും അവൾക്കെതിരെ ഉണ്ടായ ലൈംഗിക ആക്രമണത്തിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നു. കുടുംബത്തിനുണ്ടായ മാനഹാനി സമൂഹം അറിയേണ്ട എന്ന് വച്ച് അവർ ഒരിക്കലും അവിടെ മിണ്ടാതെ ഇരിക്കുന്നില്ല. അതുമാത്രമല്ല, ദീനായുടെ വ്യക്തിത്വത്തെ മാനിക്കാത്ത വിവാഹ ബന്ധത്തിന് അവർ തിരിതെളിക്കുന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ വ്യവസ്ഥകൾ പാലിച്ച് പരിച്ഛേദനയേറ്റ അതിൻ്റെ 3-ാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ തന്നെ യാക്കോബും 2 പുത്രന്മാരും ദീനായുടെ സഹോദരന്മാരുമായ ശിമയോനും ലേവിയും പോയി തങ്ങളുടെ വാളുകൾ എടുത്ത് ആ പട്ടണത്തിലെ എല്ലാ ആണുങ്ങളെയും കൊന്നുകളഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു. അതിനുശേഷം അവർ ദീനായെ ശേഖേമിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. സ്ത്രീത്വത്തിനെതിരെ അപമര്യാദ കാണിച്ചവരോട് പ്രതികാരം ചെയ്തതിനു ശേഷം ആ സഹോദരങ്ങൾ ഉന്നയിക്കുന്ന വലിയൊരു ചോദ്യം ഇതാണ്: ഞങ്ങളുടെ സഹോദരിയോട്
അവന് ഒരു വേശ്യയോടെന്ന പോലെ പെരുമാറാമോ? ഇത് ഇന്ന് എവിടെയും മുഴങ്ങിക്കേൾക്കുന്ന ഒരു ചോദ്യമാണ്. സ്ത്രീത്വത്തോട് അനാദരവ് കാണിക്കുവാൻ പാടുണ്ടോ? പ്രിയ കർത്താവേ, സ്ത്രീത്വത്തോട് ആദരവ് കാണിക്കുവാനും അവരെ എപ്പോഴും ബഹുമാനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.